ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിൽ ജോർജറ്റ് ചെയ്ത സിൽവർ കോമ്പിനേഷനിൽ ചെയ്ത ഒരു പാർട്ടി വെയറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഡ്രസ്സിന് നെക്കിനും സ്ലീവിനും പിന്നെ സ്ലിറ്റിൻ്റെ വേണ്ടിയിട്ടാണ് വർക്ക് വരുന്നത്. ഷാളിന് ഒരു സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്കാലപ്പ്, ബാക്കി 3 സൈഡ് സ്കാലപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സിൽവർ റെയിൻബോ കട്ട് ബീഡും ജർദോസി സീക്വൻസ് സിൽക്ക് ത്രെഡ് പിന്നെ മാറ്റ് ഫിനിഷിലുള്ള ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ബീഡ് കൊണ്ടുള്ള വർക്ക് ചെയ്ത് തീർക്കാം. ഒരു ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ വരുന്നത്, അതിലേക്ക് 3 കട്ട് ബീഡ് വീതം വെച്ചിട്ടുള്ളൊരു ലൈനാണ് കൊടുക്കുന്നത് ലീഫായിട്ട്, ഫില്ലിംഗ് ആയിട്ട്. പിന്നെ ഒരു കൊമ്പ് പോലുള്ള സൈഡും നമ്മൾ കട്ട് ബീഡ് തന്നെ വെച്ചാണ് ചെയ്യുന്നുള്ളത്. കട്ട് ബീഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു സീക്വൻസും പിന്നെ 2 കട്ട് ബീഡും വെച്ചിട്ടുള്ളൊരു കൊമ്പ് പോലെ ചെയ്യുന്നുണ്ട്. ഇനി ആ വലിയ പെറ്റൽസ് ഉള്ള ഭാഗത്ത് കട്ട് ബീഡിൻ്റെ ഒരു ലൈന്, ബേസ് ലൈന് കൊടുത്തിട്ട് അതിലേക്ക് ലോഡിങ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അഞ്ച് കട്ട് ബീഡ് വെച്ചിട്ടുള്ള ലോഡിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. സെൻറ്ററിൽ ക്രിസ്റ്റൽ വെക്കാനുള്ളതുകൊണ്ടാണ് പെറ്റലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, ഫിനിഷ് ചെയ്തിട്ട്. കട്ട് ബീഡിന് പെറ്റൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് മാറ്റ് ഫിനിഷുള്ള ക്രിസ്റ്റലാണ് വെക്കുന്നത്. ലാവൻഡർ ഷെയ്ഡിലാണ് ക്രിസ്റ്റൽ ഉള്ളത്. 3 ക്രിസ്റ്റൽ വെച്ച് സെൻറ്ററിൽ വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഫ്ലവർ. പിന്നെ ഈ ഫ്ലവറിൻ്റെ താഴെയുള്ള 2 ചെറിയ ലീഫിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ജർദോസി വെച്ചിട്ട് ലോഡിങ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. ബേസ് ലൈനൊന്നും കൊടുക്കാതെ തന്നെയാണ് ചെയ്യുന്നുള്ളത്. ഒരു 4 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്ത ജർദോസിയാണ് ലീഫ് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സീക്വൻസിന് ചുറ്റും ജർദോസി ഉപയോഗിച്ച് ലേസി സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു ഫ്ലവറിൻ്റെ ഇത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജർദോസി ഉപയോഗിച്ചിട്ട് അതേ സ്റ്റിച്ച് തന്നെയാണ്, ലേസി സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്.
ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഫ്ലവർ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഫില്ല് ചെയ്യാൻ ചെയ്യുന്നത്. അതിന് ആദ്യം സർദോസിനെ ബേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 സർദോസിൻ്റെ പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത്. ഇനി അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ 2 മോട്ടീഫിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പുള്ളടുത്ത് സെറി വെച്ച് ഫ്ലവറിൻ്റെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈനാണ് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് ഇനി ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈവ് പെറ്റിൽ ചെറിയൊരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈനാണ് കൊടുക്കുന്നുള്ളത്. ഇനി എല്ലാത്തിനും സിൽവർ സെറി ഉപയോഗിച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവറിനും ലീഫിനും എല്ലാം ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളാക്കിയിട്ട് കാണാം. സെറി ഉപയോഗിച്ച് ഫ്ലവറിൻ്റെ ഔട്ട്ലൈനിൽ കൊടുത്തതിൽ ഇപ്പോൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതും സിൽവർ കളർ ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 6x6 12 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. എല്ലാ ഫ്ലവറിലും ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വരുന്നത് ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെയും ടോപ്പിൻ്റെ എൻഡ് പാർട്ടിലും കൊടുത്ത ചെറിയ ബോർഡർ പോലെ കൊടുത്തിട്ടുള്ള അതിൻ്റെ വർക്കാണ്. അതിൽ ലീഫ് വരുന്നത് സർദോസി ഉപയോഗിച്ചിട്ട് ലോഡിങ് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ബോർഡറിൽ ഫ്ലവർ ചെയ്തിട്ടുള്ളത് സർദോസി ഉപയോഗിച്ച് തന്നെ ഡേസി ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് സീക്വൻസും കട്ട് ബീഡും വെച്ചിട്ട് ഒരു ബുട്ട പോലെ ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിലും കൊമ്പ് പോലെ വരുന്ന ഭാഗത്ത് കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ആർട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ബീഡിനെ യൂസ് ആക്കിയിട്ടുള്ളത്.
ബോർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റോൺ ഒട്ടിക്കാൻ പോകുകയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. നെക്കിലും സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാതെ എൽബോന് വേണ്ടിയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സ്ലിറ്റിൽ വരുന്ന വർക്ക്. പിന്നെ ഷാളിലും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.